ഇത്രയും വിമർശനങ്ങൾ ഉന്നയിച്ച സ്ഥിതിക്ക് വളരെ ശക്തമായി പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർ സോയ ഒരു മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ സോയ. തീർച്ചയായും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് ഗണ്ണിച്ച് തന്നെ സംസാരിക്കേണ്ടതുണ്ട്. പറഞ്ഞ പല കാര്യങ്ങളും അല്ലെങ്കിൽ അതിലെ ഭൂരിഭാഗം കാര്യങ്ങളും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് ഞാൻ ആദ്യം തന്നെ മറുപടി പറയാം. രാഹുൽ ഗാന്ധി സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടു. അപ്പൊ ആരാണ് സ്കൂളിൽ പോകാത്തതും ആർക്കാണ്? കഴിഞ്ഞ ദിവസം പോലും നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയതാണ്. ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്താണ്. ഗാന്ധി അറിയണമെങ്കിൽ അറ്റൻബറോയുടെ സിനിമ കണ്ടിട്ടാണ് ഗാന്ധിയെ ലോകം അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ അപമാനകരമാണെന്ന് പറഞ്ഞു വെക്കേണ്ട സാഹചര്യത്തിലാണ്. എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്ദ ബിരുദമെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം എന്ന് അദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. യൂണിവേഴ്സിറ്റിയിൽ പോലും അത്തരം ഒരു മറുപടി യൂണിവേഴ്സിറ്റി പോലും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം സ്വയം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾ, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അപ്പോ ആ അധിക്ഷേപങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് എങ്ങനെയാണ് തങ്ങളുടെ ആളുകളെ കൂടെ പ്രതിരോധിക്കേണ്ടത് എന്ന് കൂടി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. കാരണം നിങ്ങൾ ഇത്ര നേരം നടന്ന ചർച്ചയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ചരിത്രമാണ്. മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എക്സിറ്റ് പോളുകളുടെ ചരിത്രം പറഞ്ഞു. അതിനുശേഷം വോട്ടിംഗ് കണക്കുകളെ പറ്റി സംസാരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതൊരു സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പായി തന്നെയാണ് ഈ രാജ്യം കാണേണ്ടത്. കാരണം ഈ രാജ്യം ഇത്രമേൽ ഭീതിതമായിട്ടൊരു തെരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളും അത്തരം ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടതും അത്തരത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി, ഈ രാജ്യത്തെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എവിടെയാണ് ഈ രാജ്യത്തിന്റെ എല്ലാ സൂചികകളിലും നമ്മൾ പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ച് എല്ലായിടങ്ങളിലും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളെ അല്ലെങ്കിൽ സാധാരണക്കാർ, ഇത് രാഷ്ട്രീയമായ വിരോധത്തിന്റെ പേരിലോ അന്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിലോ അല്ല സംസാരിക്കുന്നത്. ഒരു സാധാരണ ഇന്ത്യൻ പൗരയായി നിന്നുകൊണ്ട് പറയുമ്പോൾ വിലക്കയറ്റം പോലെയുള്ള വിഷയങ്ങൾ, തൊഴിലില്ലായ്മ പോലെയുള്ള വിഷയങ്ങൾ, ഈ രാജ്യത്തെ കർഷകരെ പറ്റി അല്ലെങ്കിൽ കർഷകരുടെ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി അത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അത് പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ, അതുപോലെ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരികൾ, യുവതിയുവാക്കൾ, ഇവരൊക്കെ വീണ്ടും മോദിക്ക് തന്നെ വരട്ടെ എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണോ ഇപ്പോ എക്സിറ്റ് പോളിൽ ഇങ്ങനെ ഒരു എക്സിറ്റ് പോളുകൾ നാളെ അവസാനിക്കുമല്ലോ. അല്ല, എക്സിറ്റ് മനഃപൂർവ്വം കാണാൻ നിവൃത്തില്ല. GDP-യുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇന്നലെ ഒരു വാർത്ത വന്നു. രാജ്യത്തെ ഏറ്റവും വലിയ GDP റേറ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത് മാത്രമല്ല, ഇന്ന് പുറത്തു വന്ന വാർത്ത ഓഹരി വിപണിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ റെക്കോർഡ് രേഖപ്പെടുത്തുകയാണ്. അതായത് BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന സൂചന വന്നതുകൂടി ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റമുണ്ട്. GDP-യിലും വലിയ വർധനമുണ്ടെന്ന വാർത്ത ഇന്നലെ വന്നിരുന്നു. താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ അതുകൂടി ശ്രദ്ധിക്കണം. എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത കേരളത്തിൽ 3 സീറ്റുകൾ BJP നേടുമെന്ന് അല്ലെങ്കിൽ NDA നേടുമെന്ന് പറയുന്നതോടുകൂടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് അത്തരം എക്സിറ്റ് പോളുകളുടെ ക്രെഡിബിലിറ്റിയെ നമ്മൾ എത്തരത്തിലാണ് നോക്കിക്കാണേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കൂടി. കേരളത്തിൽ 17ഉം 19ഉം സീറ്റ് UDF നേടുമെന്ന എക്സിറ്റ് പോളുകളെയും താങ്കൾ വിശ്വസിക്കുന്നില്ല എന്നാണോ? ആ എക്സിറ്റ് പോൾ ഞാൻ പറഞ്ഞില്ല, ആ എക്സിറ്റ് പോളിൽ 17 സീറ്റ് നേടും എന്നല്ല ഞാൻ വിശ്വസിക്കുന്നില്ല. 20 സീറ്റ് നേടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ എക്സിറ്റ് പോളിൽ പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ UDF-ന്റെ സംഘടനാ സംവിധാനം കണക്കുകൾ ഉപയോഗിച്ച് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 20 സീറ്റ് ഞങ്ങൾ നേടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ 3 സീറ്റ് BJP നേടില്ല എന്നുള്ളതിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. 17 സീറ്റ് UDF നേടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. 20 സീറ്റും കോൺഗ്രസ് നേടും, UDF നേടും. താമര വിടരില്ല എന്ന് എന്താണ് ഇത്ര ഉറപ്പ്? താമര വിടരാതിരിക്കാൻ നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്? അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഞാനത് കേട്ടു. ഇത് എന്താണ് കോൺഗ്രസിന് ഇത്ര അല്ലെങ്കിൽ എന്താണ് മറ്റു കക്ഷികൾക്ക് ഇത്ര അജണ്ട? കേരളത്തിൽ താമര വിരിയരുതെന്ന അജണ്ട. ആ അജണ്ട കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, അത് ഈ കേരളത്തിലെ ജനങ്ങൾക്കാണ് അത്തരം ഒരു അജണ്ടയുള്ളത്. കേരളത്തിലെ ജനങ്ങളാണ് അത് തീരുമാനിക്കുന്നത്. ആ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ കോൺഗ്രസോ ഈ നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ അല്ല കേരളത്തിൽ താമര വിരിയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ആ അജണ്ട സെറ്റ് ചെയ്യുന്നത്
ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ എന്നോട് എന്തുകൊണ്ടാണ് അത്തരം ഒരു കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും, ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളാണ്, വളരെ കൃത്യമായി തന്നെ ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലോ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റവും ഇല്ലാത്ത BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഒരു പാർലമെന്റ് സീറ്റിലേക്കൊക്കെ കേരളത്തിൽ വിജയിക്കാൻ കഴിയുക? പക്ഷെ അവിടെ അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട ഒരു ഗതികേട് UDF കോൺഗ്രസിന് ഉണ്ടായി എന്നതും സത്യമാണ്. തൃശ്ശൂരിൽ ആ പാവപ്പെട്ട TN പ്രതാപൻ പോസ്റ്റർ അടക്കം അടിച്ചു വെച്ചതാണ്, അവസാനം പിന്മാറേണ്ടി വന്നില്ലേ? അല്ല, കോൺഗ്രസുകാർക്ക് ഇല്ലാത്ത വിഷമം, TN പ്രതാപൻ ഇല്ലാത്ത വിഷമം ജനൻ TVയുടെ അവതാരകർക്ക് ആവശ്യമില്ല. അല്ല ഡോക്ടർ സോയ, കെ മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം KPCC യോഗത്തെ പൊട്ടിത്തെറിച്ചല്ലോ. പ്രതാപനും അവിടുത്തെ DCC പ്രസിഡന്റ് കാലുവാരിയെ പൊട്ടിത്തെറിച്ചത്, നിലവിളിച്ചത് കെ മുരളീധരനല്ലേ? പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് TN പ്രതാപനൊക്കെ. എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അദ്ദേഹം എത്രത്തോളം പ്രിയപ്പെട്ട മുരളിയാറ്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എത്ര കാര്യമായിട്ടാണ് പ്രവർത്തിച്ചതെന്നൊക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് ജനൻ ക്ലാസോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടയിലേക്ക് പോകണമെന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോകലുകൾ UDFനെ സംബന്ധിച്ച് തൃശ്ശൂരിലുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സുരേഷ് ഗോപി എടുക്കും പിടിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളത്. 1ാം സ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾ 2ാം സ്ഥാനത്ത് വരികയാണെങ്കിൽ നിങ്ങൾ CPM-മായി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്, അതിന്റെ മറുപടി മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് അത്തരം ഒരു കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത.